ഹീറോയിൻ്റെയും വീട്ടുകാരും അതുപോലെ ഹീറോയുടെ വീട്ടുകാരും അവരുടെ രണ്ടുപേരുടെയും അഭിപ്രായം ചോദിക്കാതെ കല്യാണം ഉറപ്പിക്കുന്നു. ഹീറോയ്ക്കാണെങ്കിൽ അതിലൊരു ഒബ്ജക്ഷൻ പോലില്ല. എന്നാൽ അവൾക്ക് 5 വർഷമായി ഒരാളുമായി പ്രണയത്തിലാണ് എന്ന് പറയുമ്പോൾ ഹീറോയുടെ അമ്മ അവൾ ആരെയും പ്രണയിച്ചാലും ഇഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല, ഞങ്ങൾക്ക് അവൾ മതിയെന്ന് പറഞ്ഞു. അതിനാൽ ആരും തന്നെ അവൾക്ക് എന്താണ് വേണ്ടതെന്നും ആരും ചോദിച്ചില്ല. രണ്ടു കൂട്ടരും നിശ്ചയം തീരുമാനിച്ചു. എന്തുകൊണ്ട് അവളുടെ ഒപ്പീനിയൻ ചോദിക്കുന്നില്ല എന്ന് ഹീറോ ചോദിക്കുമ്പോഴാണ് അവൾക്ക് മനസ്സിലായത് ഇതുവരെ അവളുടെ കാമുകനോ വീട്ടുകാരോ അവിടെ ഇഷ്ടമൊന്നും ചോദിച്ചിട്ടില്ല. ചോദിച്ചത് ഹീറോ മാത്രമാണ്. അതിനാൽ അവൾ ഉടനെ തന്നെ ഹീറോയെ തന്നെ വിവാഹം കഴിക്കാനായി സമ്മതിച്ചു. പിറ്റേ ദിവസം ആയപ്പോൾ അവൾ നാനിയോട് അവൾക്ക് സെപ്പറേറ്റ് റൂം റെഡിയാക്കാനായി പറഞ്ഞു. പക്ഷെ വൈകിട്ടെത്തുന്ന ഹീറോ എന്തിനാണ് മാറിക്കിടക്കുന്നത്? ഒരു പരിചയമില്ലാതെ വിവാഹം കഴിച്ച ഒരാളോടൊപ്പം എങ്ങനെ ജീവിതം മുന്നോട്ടുണ്ടാവും? സോ നിങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങളും അറിയാനാണെന്ന് പറയുമ്പോൾ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ടിരുന്നാൽ എങ്ങനെയാണ് ഇഷ്ടാനിഷ്ടങ്ങളും അറിയാൻ സാധിച്ചു? ചോദിച്ചവൾക്ക് തെറ്റായെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ രണ്ടുപേരും അന്ന് രാത്രി ഒരേ റൂമിലായിരിക്കും കിടന്നുറങ്ങുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് നെക്സ്റ്റ് പാർട്ട് വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ.